ക്രിസ്മസ് എക്സാം ഒക്കെ എൻ്റെ കുട്ടികളത് കഴിഞ്ഞു. അപ്പോൾ ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോൾ പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ചില ആൾക്കാർക്ക് ഭയങ്കര ഈസി ആയിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോയിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് പഠിക്കാനൊക്കെ പറ്റി, നല്ലപോലെ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ഭയങ്കര ഈസി ആയി തോന്നി, പക്ഷെ എഴുതാൻ പറ്റിയിട്ടില്ല. ചില ആൾക്കാർക്കാണെങ്കിൽ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും അല്ലേ. ഈ 3 കാറ്റഗറിയിലായിരിക്കും എൻ്റെ മക്കളുണ്ടാവുക. അപ്പോഴായിരിക്കും നമ്മുടെ മനസ്സിൽ പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇതേപോലെ ടഫായിരിക്കുമോ നമ്മുടെ പബ്ലിക് എക്സാം, അല്ലെങ്കിൽ ഇതേപോലെ ചില എക്സാംസ് നിങ്ങൾക്ക് ഈസി ആയിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈസി ആയിരിക്കുമോ നമ്മുടെ പബ്ലിക് എക്സാം അല്ലേ. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടാകും. അങ്ങനെ ആണെങ്കിൽ അല്ലേ, അതിന് എന്തായിരിക്കും എന്നുള്ളതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ മക്കളെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും, പല രീതിയിലുള്ള കാര്യങ്ങളും ന്യൂസും ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. അതായത് നമ്മുടെ എക്സാം പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലെവല് ഇനി കൂടുകയുള്ളൂ. അതൊരു കാരണവശാൽ നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ട് കൂടിയാണ്. കാരണം കുട്ടികളുടെ പഠന നിലവാരം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലെവല് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം അല്ലേ, ഇപ്പോൾ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവാം, മിസ്സേ ഇത്രയും ഇങ്ങനെ പോലും പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പോലും കണ്ടിട്ട് ഞങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ലെവല് കൂട്ടുമ്പോൾ എന്താണ് ഞങ്ങൾ ചെയ്യുക? അത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. മക്കൾ, ഇതൊരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, ഇൻഫാക്റ്റ് അത് നമുക്ക് നേരത്തെ പറഞ്ഞു തന്നു. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലെവൽ ഇനി കൂട്ടാൻ പോവുകയാണ് എന്നുള്ളൊരു ഹിൻഡ് തന്നു. ആൻഡ് ക്രിസ്മസ് എക്സാമിലൂടെയും ഓണം എക്സാമിലൂടെയും നമുക്കത് മനസ്സിലാക്കി തന്നു. അപ്പം നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് അയ്യോ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണോ വേണ്ടത്? ഒരിക്കലും അല്ല. നമുക്ക് ചെയ്യാൻ സമയമുണ്ട്, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, നിങ്ങൾ എത്ര അധികം നേരത്തെ പഠിക്കുന്നോ അത്രയും നിങ്ങൾക്ക് എന്താണ് റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടും. അങ്ങനെ നിങ്ങൾ പഠിച്ചുകൊണ്ടുള്ള ഗുണം ആർക്കാ? നിങ്ങൾക്ക് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് മനസ്സിലാവാത്ത പല കോൺസെപ്റ്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഫസ്റ്റ് ടേമിലെ ചാപ്റ്റേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ സെക്കൻഡ് ടേമിലെ ചാപ്റ്റേഴ്സ് ആയിരിക്കും. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുള്ള സമയം ഉണ്ടാകും. ഓക്കെ, അങ്ങനെ ഒരു തവണ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഇൻക്ലൂഡിങ് നമ്മുടെ ഈ പാറ്റേൺ മാറിയിട്ടുള്ള ഓണം എക്സാമിൻ്റെയും ക്രിസ്മസ് എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഇപ്പം നിങ്ങളുടെ എല്ലാം കോൺഫിഡൻസ് ഇച്ചിരി പോയിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ചാപ്റ്റർ ഒന്ന് പഠിച്ചിട്ട് ഇപ്പോൾ ഈ പാറ്റേൺ മാറി വന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലെവൽ കൂടുന്നതല്ലായിരുന്നു പ്രശ്നം. പ്രശ്നം എവിടെയാണ്? ഞാൻ പഠിക്കാത്തതായിരുന്നു. അപ്പോൾ എൻ്റെ മക്കൾ അതൊരു പഠിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ കോൺഫിഡൻസ് ഇങ്ങനെ ലോ ആയിരിക്കുകയാണ്, എൻ്റെ കയ്യിൽ നിന്ന് പോയി, എൻ്റെ SSLC പോയി, എൻ്റെ +1 പോയി, അങ്ങനെയൊക്കെയാണ് എൻ്റെ മക്കൾ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് നമുക്ക് ഇങ്ങനെ ഉയർത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ആൻഡ് ഒരു കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കണം, നിങ്ങളാരും പഠിക്കാൻ കഴിവില്ലാത്ത മക്കളൊന്നും അല്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പലരും പറഞ്ഞ് നമ്മുടെ മനസ്സിലിങ്ങനെ കയറിയതാണ്. അവന് പഠിക്കാൻ കഴിവില്ല, അവൾക്ക് പഠിക്കാൻ കഴിയില്ല, അവൾക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ. അത് നമ്മുടെ പലരും പറഞ്ഞ് നമ്മുടെ ബ്രെയിനിൽ അതങ്ങനെ ആയിപ്പോയതാണ്. നിങ്ങൾ തന്നെ നിങ്ങളെ മനസ്സിലാക്കുക. അങ്ങനെയുള്ള കുട്ടികളൊന്നും അല്ല നിങ്ങൾ. ഓക്കെ, അങ്ങനെ ആരുമില്ല. പല കഴിവുകളുള്ള നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള മക്കളാണ് നിങ്ങളെല്ലാവരും. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റും. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലായിരിക്കും. എനിക്കിതല്ല എൻ്റെ ഏരിയ അല്ലേ, കാരണം പല കഴിവുകളുള്ള മക്കളാണ്. ഇതല്ല എൻ്റെ ഏരിയ, പക്ഷെ നമുക്കൊരു ബേസിക് എഡ്യൂക്കേഷൻ വേണ്ടേ മക്കളെ? അപ്പോൾ അതിന് നിങ്ങളുടെ ഈ ഒരു സ്കൂൾ ലൈഫ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ബേസിക് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു സെറ്റായിട്ടുണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് പഠിക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിക്ക് പഠിക്കുകയാണ്, നേരത്തെ കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജേണി എവിടെയല്ല, നിങ്ങളുടെ ലൈഫിൽ പഠിക്കുന്നതുകൊണ്ട് മാത്രമല്ല, വേറെ പല കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന് പഠിക്കാനുള്ളൊരു ഹാബിറ്റ് ഉണ്ടാക്കുമ്പം നമുക്ക് ഇരുന്ന് വർക്ക് ചെയ്യാനുള്ളൊരു ഹാബിറ്റ് ഫോം ചെയ്യും. അത് നിങ്ങളിനി പിന്നീട് നിങ്ങളുടെ ലൈഫിൽ എന്ത് ജോലി ചെയ്യുമ്പോഴും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റ് ടൈം ടേബിളൊക്കെ വെച്ച് കറക്റ്റ് സമയത്ത് എഴുന്നേറ്റ്, അപ്പോൾ ആ ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റിയാൽ അതൊക്കെയാണ് ആക്ച്വലി ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടായാൽ അത് ഭയങ്കര ഹെൽപ്പ് ചെയ്യും നിങ്ങളെ. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എത്രയും നേരത്തെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അത്രയും നേരത്തെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പഠിക്കുക എന്നുള്ളതാണ് മിസ് പറഞ്ഞത്. എക്സാമിനറിൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ക്രാഷ് ബാച്ചുകളുള്ളത്. ആൻഡ് നമ്മുടെ ബാച്ചുകൾ നിങ്ങൾക്ക് എത്ര നേരത്തെ തരാൻ പറ്റുമോ അത്രയും നേരത്തെ തരണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് December 23rd തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ എന്ത് ചെയ്യുക? ഏറ്റവും നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ മുതൽ പഠിക്കാൻ പറ്റിയാൽ നാളെ മുതൽ പഠിക്കുക.
ഓക്കെ, നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. റെഡി, നമ്മുടെ എക്സാമിനറിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് കൂടെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അത് December 23 വരെ ഓഫർ ഉണ്ടാവുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ എന്ത് ചെയ്യുക, വേഗം തന്നെ താഴേക്കാന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, ജോയിൻ ചെയ്യുക, പഠിക്കാം. ഇത് മാത്രമല്ല കേട്ടോ ഒരു സൊല്യൂഷൻ. നിങ്ങളല്ലാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, എങ്ങനെയായാലും പഠിക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ മാറിയാലും ഒരു ടെൻഷനും ഉണ്ടാവില്ല, എത്ര ലെവൽ കൂട്ടിയാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ബേസിക്സ് സെറ്റായിട്ടാണ് ഇരിക്കുന്നത്, നിങ്ങൾ പഠിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് എൻ്റെ മക്കൾക്കുണ്ടാവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.